പമ്പയിൽ മുങ്ങി നിവർന്നപ്പോൾ മുമ്പിലുണ്ടവിടുന്നു നിൽക്കുന്നു. സുഖമായോ യാത്ര സുഖമായോ എന്നു പലകുറി ചോദിച്ചു പുൽകുന്നു ഞാൻ. പറയാനുള്ളതും മറക്കുന്നു. ഇതുപോലൊരു അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? കാരണം ശബരിമലയിൽ നമ്മൾ പോവാന്നുള്ളത് നമ്മുടെ ഒരു അത്രയും വലിയൊരു സ്വപ്നമായിരിക്കും അല്ലേ? ശബരിമലയിൽ എത്തിച്ചേരുക, അല്ലെങ്കിൽ ശബരിമലയിലൊന്ന് പോയി അയ്യനെ കാണുക എന്നുള്ളത് വലിയൊരു സ്വപ്നമായിരിക്കും. അപ്പോൾ പമ്പാ നദിയിൽ നമ്മളൊന്ന് കുളിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് എണീക്കുന്ന സമയത്ത് ഭഗവാനെ മുന്നിൽ കണ്ട പോലൊരു ഫീല്, അതാണ് ഈ പാട്ടിലൂടെ പറയുന്നത് അല്ലേ? ഭഗവാനെ ശരിക്കും നമുക്ക് മുന്നിലൂടെ, ഭഗവാൻ അവിടെ നിന്ന് സുഖമായോ യാത്ര എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് നമ്മളൊന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളതെല്ലാം മറന്നു പോവുകയാണ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഭഗവാനെയൊക്കെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ, ഏത് ഭഗവാനായിക്കോട്ടെ, ഭഗവാനെ നേരിട്ട് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയേണ്ടതെന്നൊന്നും അറിയില്ല അല്ലേ? പറയുമ്പോൾ തന്നെ കണ്ണ് നിറയാണ്. കാരണം നമുക്കൊന്നും പറയാനുള്ളതൊക്കെ മറന്നുപോയി. എന്തൊക്കെയോ നമുക്കുണ്ടാവും പറയണം, അത് പറയണം ഇത് പറയണം, പക്ഷെ എല്ലാം മറന്നു പോകും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ശബരിമലയ്ക്ക് പോയിട്ടുണ്ടോ? അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീല്, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേകിച്ചിട്ടുള്ളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതൊന്നൊന്ന് കമൻറ്റ് ചെയ്യണം. അതേപോലെ വേറൊരു കാര്യം കൂടെ തന്നെ പറയാം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഭഗവാൻ മുന്നിൽ വന്നു എന്നുള്ളത്. പക്ഷേ ഇത് ഭഗവാൻ മുന്നിൽ വരുമ്പോൾ ഭഗവാൻ നേരിട്ടല്ല മുന്നിൽ വരുന്നത് അല്ലേ? അത് കാണാനുള്ളൊരു ശക്തിയൊന്നും നമുക്കില്ല. കാരണം അതൊന്നും നമുക്ക് താങ്ങാൻ പറ്റില്ല. അങ്ങനെ ശരിക്കും വിശ്വരൂപത്തിൽ എന്ന് പറയുന്ന പോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പിന്നെ നമ്മൾ ഭഗവാന്റെ ഈ രൂപം, നമ്മൾ ഈ ഫോട്ടോയിലും വിഗ്രഹത്തിലും കാണുന്ന രൂപമാണ് നമുക്കറിയുന്നത് അല്ലേ? പക്ഷെ അതിനേക്കാളൊക്കെ ഒരു അത്രയും ഒരു പോസിറ്റീവ് എനർജി ഉള്ള ഒരു ചൈതന്യം ഉള്ള ഒരു ഭഗവാൻ എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ മുന്നിൽ വന്ന്, ഒരു ശക്തി നമ്മുടെ മുന്നിൽ വന്ന് നിന്ന് കഴിഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ തലകറങ്ങി വീണു പോകും. പിന്നെ ജീവൻ ഉണ്ടാവുമെന്ന് പോലും അറിയില്ല അല്ലേ? അപ്പോൾ പക്ഷേ ഭഗവാൻ വരുന്നത് വേറെ ഏത് വഴിക്കാണ്? അതിൻ്റെ ഒരു കഥയും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഒരിക്കൽ ഒരു വെള്ളപ്പൊക്കം, അതായത് ഇപ്പോൾ വെള്ളപ്പൊക്കം വന്ന് ഒരു വീടിൻ്റെ കുറേയൊക്കെ മുങ്ങി. അപ്പോൾ മുങ്ങി അയാൾക്ക് നല്ല വിശ്വാസം, നല്ലൊരു ദൈവവിശ്വാസിയാണ്. അപ്പോൾ അയാൾ നമ്മളെ ഈശ്വരൻ രക്ഷിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ അയാൾ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വീട് മുഴുവനും മുങ്ങി, ഓട് മാത്രമേ ഇനി മുങ്ങാൻ ബാക്കിയുള്ളൂ, മേൽക്കൂര മാത്രം. അപ്പോൾ അയാൾ ഓടിൻ്റെ മേലെ ഏറ്റവും ടോപ്പിൽ കയറി നിന്നിട്ട് അപ്പോഴാണ് കുറച്ച് കഴിയുമ്പോൾ ഒരു തോണി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തോണി വന്നപ്പോൾ അയാൾ പറഞ്ഞു, തോണിയിൽ കയറിക്കോന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല, എന്നെ ഭഗവാൻ രക്ഷിക്കും, ഞാനിവിടെ നിൽക്കുന്നുണ്ട്, ഭഗവാൻ വന്ന് എന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ തോണിക്കാരൻ പോയി. പിന്നെ അത് കഴിഞ്ഞ് വേറൊരു ബോട്ടൊക്കെ ആയ ആൾക്കാർ വന്നു. അപ്പോഴും ഒന്ന് പിടിച്ച് വലിച്ച് കൊണ്ടുപോകാനൊക്കെ നോക്കി. ഇല്ല, എന്നെ കൊണ്ടുപോകരുത്, ഞാൻ വരില്ല, എന്നെ ഭഗവാൻ വന്ന് രക്ഷിക്കും, ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്, ഭഗവാൻ എന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞ് അയാൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അതും കഴിഞ്ഞ് ഹെലികോപ്റ്ററും വന്ന് അയാൾ എയർലിഫ്റ്റ് ചെയ്യാനൊക്കെ നോക്കി. ഇതൊരു സാങ്കല്പിക കഥയാണ് കേട്ടോ, ശരിക്കും നടന്ന കഥ എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ പക്ഷെ അപ്പോഴും അയാൾ പറയുന്നത് എന്താ, ഇല്ല, ഭഗവാൻ വന്ന് എന്നെ രക്ഷിക്കും അല്ലേ? പക്ഷെ ഒന്നും സംഭവിച്ചില്ല. വെള്ളം മുങ്ങി, അയാൾ വെള്ളത്തിൽ വീണു, അയാളുടെ ജീവൻ ഇല്ലാതായിപ്പോയി. അപ്പോൾ അയാൾ സ്വർഗത്തിലെത്തി ഭഗവാനോട് ചോദിക്കുകയാണ് ദേഷ്യപ്പെട്ട്, എന്താ ഭഗവാനെ, ഞാൻ എത്ര നിങ്ങളെ വിശ്വസിച്ചു അല്ലേ? ഞാൻ നിങ്ങളെ ഒരുപാട് വിശ്വസിച്ചു, നിങ്ങൾ വന്ന് എന്നെ രക്ഷിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി ഞാൻ നിന്നു. പക്ഷെ നിങ്ങൾ എന്നെ വന്ന് രക്ഷിച്ചില്ല. നിങ്ങളൊക്കെ ഭഗവാനാണോ? നിങ്ങളെയാണോ ഞാൻ ഇത്രയും ആരാധിച്ചത്? എന്തുണ്ടായി എനിക്ക് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചീത്ത പറയാം. വായിൽ വന്നതൊക്കെ വിളിച്ചു പറഞ്ഞ് ഭഗവാനെ ചീത്ത പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, എടാ, ഞാൻ വഞ്ചിയുടെ രൂപത്തിൽ വന്നു, ആളയച്ചു, ബോട്ടിൻ്റെ രൂപത്തിൽ ഞാൻ ആളയച്ചു, പോട്ടെ, ഹെലികോപ്റ്ററിലൂടെ പോലും നിന്നെ രക്ഷിക്കാനുള്ള വഴി ഞാൻ അവിടേക്ക് എത്തിച്ചു തന്നു അല്ലേ? പക്ഷേ നീ അതൊന്നും കണ്ടില്ല, അതൊന്നും സ്വീകരിച്ചില്ല, എല്ലാം തട്ടിമാറ്റി. അപ്പോൾ എനിക്ക് ഭൂമിയിൽ വന്ന് അവതരിച്ച് കറക്റ്റായിട്ട് നിന്നെ രക്ഷിക്കാൻ വേണ്ടി വരാം, പക്ഷേ പറ്റില്ല. അതിന് എന്താണ്, നമ്മൾ ഓരോ വഴിയാണ് കാണിച്ചു തരുന്നത് അല്ലേ? ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പമ്പയിൽ വന്ന് ഈശ്വരൻ, അയ്യപ്പൻ നേരിട്ട് വന്ന് പ്രത്യക്ഷപ്പെട്ടോ എന്നല്ല, ചിലപ്പോൾ ഒരു വയസ്സായ ഒരാളുടെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ അമ്മയുടെ രൂപത്തിലായിരിക്കാം, എന്തായാലും അല്ല. ഇപ്പോൾ ഗുരുവായൂരിലൊക്കെ പോകുമ്പോൾ എത്രയോ പേർക്കൊരു അനുഭവമുണ്ട്, പാൽപ്പായസം കയ്യിൽ തന്നിട്ട് മിണ്ടാതെ പോകുമ്പോൾ, തിരിച്ചു പോകുമ്പോൾ അവിടെ ആരെയും കാണാത്ത അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഭഗവാൻ നമ്മുടെ മുന്നിൽ വരുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു മോശ സമയമുള്ളപ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു ഹെൽപ്പായിട്ട്, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഹെൽപ്പായിട്ടൊക്കെയാണ് ഭഗവാൻ വരുന്നത്. അല്ലാതെ ഭഗവാൻ നേരിട്ട് വന്ന് വിശ്വരൂപത്തോടു കൂടിയല്ല ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ
എന്ത് ബുദ്ധിമുട്ടുള്ളപ്പോഴും നമ്മൾ ആരെങ്കിലും സഹായിക്കാനായി മുന്നിട്ടെത്തിയാൽ, അതേപോലെ തന്നെ ഒരു ചെറിയൊരു പിടിച്ചു കയറാൻ ഒരു വള്ളി കിട്ടുകയാണെങ്കിൽ പോലും അത് തള്ളി മാറ്റരുത്, തട്ടി മാറ്റരുത്, തള്ളിക്കളയരുത്. കാരണം അത് ഭഗവാൻ തരുന്നൊരു വഴിയായിരിക്കാം അല്ലേ. പിന്നെ ഈ വഴിയൊക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എഗെയിൻ ഞാൻ പറയുന്നു, ഒരേ ഒരു കാര്യമാണ് പ്രാർത്ഥന. പ്രാർത്ഥനയിലൂടെ മാത്രമേ നമുക്കിത് നേടിയെടുക്കാൻ പറ്റുള്ളൂ. പ്രാർത്ഥന എന്ന് പറഞ്ഞത് 24 മണിക്കൂറും ഈശ്വരനാമം ജപിക്കണമെന്നോ ഭജന ചൊല്ലണമെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. നമുക്കറിയാവുന്ന ഒരു മന്ത്രം എങ്കിലും, അല്ലെങ്കിൽ ഓം എന്നൊരു മന്ത്രമെങ്കിലും, അല്ലെങ്കിൽ ഒരു വിളക്ക് വെച്ച് നമ്മുടെ മനസ്സുകൊണ്ട് ഒരു മന്ത്രം അറിയുന്നില്ലെങ്കിലും മനസ്സുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈശ്വരൻ നിങ്ങളെ കൈവിടില്ല, നിങ്ങളുടെ ഇഷ്ടദൈവം നിങ്ങളുടെ കൈവിടില്ല, ഉറപ്പാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർ പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരിക്കൂ. ഒരു ദിവസം ഭഗവാൻ നിങ്ങളുടെ മുന്നിൽ എത്തുക തന്നെ ചെയ്യും. അപ്പോൾ ഈ വീഡിയോ അതുപോലെ തന്നെ ഈ പാട്ടും കഥയും എല്ലാം ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഷെയർ ചെയ്യാനും, അത് ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അനുഭവങ്ങൾ ഇവിടെ കമൻറ്റായിട്ടും രേഖപ്പെടുത്തണം. ഇതുവരെയുള്ള വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് പോയി വേഗം ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.